ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഇത് ഉഷയുടെ പുതിയ മെഷീനാട്ടോ. ഈ മെഷീനിൽ നമുക്കൊരു മെഷീൻ എംബ്രോയ്ഡറി ചെയ്തെടുത്താലോ? അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ക്ലോത്തിലോട്ട് നമുക്ക് വേണ്ട ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് വരച്ചു കൊടുക്കണം. ഞാനിവിടെ കണിക്കൊന്നയുടെ ഡിസൈനാട്ടോ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസൈന് ആവശ്യമായിട്ടുള്ള ത്രെഡൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് ഗ്രീനും യെല്ലോയുമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും സിൽക്ക് ത്രെഡും നോർമൽ ത്രെഡും എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മെഷീനിലോട്ട് പോകാം. മെഷീനിൽ ആദ്യമേ നമ്മൾ മെഷീൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് 1 2 അല്ലെങ്കിൽ 1 2 നടുക്കോ വയ്ക്കാം. അതിനുശേഷം നമ്മൾ സെലക്ടറിൽ സി സെലക്ട് ചെയ്യണം. അതിനുശേഷം ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് 0യിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് നമുക്ക് മെഷീൻ്റെ ഫൂട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സിൽക്ക് ത്രെഡ് നീഡിലേലും നമ്മുടെ നോർമൽ ത്രെഡ് ബോബിൻ കേസിലും ചുറ്റി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ 6 ആക്ക് സ്റ്റിച്ചാണ് കിട്ടുന്നത് കേട്ടോ. എംബ്രോയ്ഡറി ഫ്രെയിം മുകളിലോട്ടും താഴോട്ടും നീക്കി കൊടുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് വീഴുമ്പോഴത്തേക്കിനും എംബ്രോയ്ഡറി ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ സ്റ്റിച്ച് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഞാൻ സ്റ്റെമ്മൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്ലവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ ത്രെഡ് ബോബിൻ കേസ് ചുറ്റി കൊടുത്തു. അതിനുശേഷം നമുക്ക് സിൽക്ക് ത്രെഡ് നീഡിലിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യമേ ഫ്ലവറിൻ്റെ ബോർഡേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബോർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫ്ലവർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. സാധാ ഒരു എംബ്രോയ്ഡറി മെഷീനിൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എംബ്രോയ്ഡറി മെഷീനിൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് കിട്ടുന്നോ അതുപോലെ തന്നെ നമുക്ക് ഈ മെഷീനിലും കിട്ടും. പക്ഷേ നമുക്ക് അതിനകത്തൊരു എക്സ്പീരിയൻസ് വേണമെന്നേ ഉള്ളൂ. ആദ്യമേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് കുറച്ച് പാടായിരിക്കും എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്കിഷ്ടമായി, കാരണം നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഈ ഫ്ലവർ ചെയ്തതിന് ശേഷം അവിടെ ഇവിടെയും കുറച്ച് നൂലൊക്കെ കാണാം. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി തന്നെയാണ് നമുക്ക് ഈ മെഷീനിൽ കിട്ടുന്നത്. ഇത് ഉഷയുടെ അൾട്രാ DXL എന്ന് പറയുന്ന പുതിയൊരു മോഡലാണ്. ഇതിനകത്ത് 32 സ്റ്റിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ 6 ആക്ക് മാത്രമല്ല 32 സ്റ്റിച്ച് നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം കൊണ്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്